വരുന്നത് എൻ്റെ പേര് ക്ലീറ്റസ് എന്നാണ്. പിന്നെ അല്ലിപ്പോൾ ചീട്ടുകളി എല്ലാം സംഘം പോയോ? എല്ലാവരും ചാപ്പാടിക്കാൻ പോയിക്കാണല്ലേ? ചീട്ടുകളി എന്ന് പറഞ്ഞത് ഞങ്ങൾ തീരദേശത്തുള്ളവർക്ക് ഒരു ടൈം പാസ്സാണ്. ടൈം ഇപ്പോൾ കടപ്പുറത്തൊക്കെ ഫിഷർമാൻ ജോലിക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളിവിടെ വന്നിരുന്ന് കളിച്ചുകൊണ്ടിരിക്കും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട്, ഇതിൻ്റെ കൂടെയൊക്കെ കളിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ടൈറ്റാനിയം എംപ്ലോയി ഉണ്ട്, ISROയുടെ എംപ്ലോയി ഉണ്ട്. അപ്പോൾ ടൈം പാസിന് കുറച്ച് നേരം ഇരുന്ന് കളിക്കും. പിന്നെ ആഹാരം വരുമ്പോൾ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോകും. വൈകുന്നേരം 4 മണിയാകുമ്പോൾ പിന്നെയും കളി കമ്പൽസറി ആവും. പൈസ വെച്ചിട്ടുണ്ടോ? ഇല്ല, നേരം പോക്കിന് വേണ്ടി. നേരം പോക്കിന് അത്ര വല്ല മാനസികമായിട്ട് വേറെ ടെൻഷനൊന്നും വരത്തില്ല. ടെൻഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ വലിയ ടെൻഷൻ ആവില്ല. അല്ല അതല്ല, ചീട്ട് കളിക്കുമ്പോഴേ ടൈം പാസ് അല്ലേ, അപ്പൊ വേറെ കാര്യം ഈ ക്യാഷ് വെച്ച് കളിക്കുമ്പോൾ ആൾക്കാർ വയലന്റ് ആവും. ഇത് നേരം പോക്കാണ്. ഇതെല്ലാം റിലേഷനിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പിണക്കങ്ങൾ വരില്ല. ഇതിനാണ് ഇനി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? പിന്നെ ചീട്ടുകളി തല്ല് വരുന്ന പൈസ വെച്ച് കളിക്കുമ്പോഴേ പൈസ കളിയൊക്കെ പന്നിമലത്തൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെയാണ് വഴക്ക് വരുന്നത്. ഇത് ഞങ്ങളെല്ലാം ഒരു റിലേഷനാണ്. ഇതെന്ത് ഇത് 56 എന്ന് പറയും. 56 എനിക്ക് പഠിക്കാൻ പറ്റുമോ? 28ന്റെ ഡബിള് പഠിക്കാൻ കുറച്ച് വരെ വന്നിരുന്ന് കളിക്കണം. ഇപ്പൊ ഇവരൊക്കെ വരും ഡ്യൂട്ടിക്ക് കയറി. ഇന്ന് കയറുന്നില്ല, 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ കയറിയില്ലെങ്കിൽ ഒന്ന് പഠിപ്പിച്ചത്. ആ ചീറ്റിന് ദക്ഷിണ വേണം ഒരു പിന്നെ ഫുള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മേടിച്ച് അയച്ചു കൊടുക്കുക. എന്നാൽ 4 ദിവസം ISRO കയറൂല. മച്ചു എന്ത് പറയുന്നത്? എന്ത് പറയാൻ? ഇതൊക്കെ കണ്ടല്ലേ, അന്തം വിട്ട കടലല്ലേ, ഇതാ കിടക്കുന്ന കടലിതാ വലത് കിടക്കുമല്ലേ. 10,000 രൂപ ഇവിടെ എനിക്ക് ആ പണം 40 വർഷം ജോലിയായിട്ട് 20,000 രൂപ. നല്ല സമയം കംപ്ലീറ്റ് ആയാലും ഗവൺമെന്റിന് വേണ്ടി ചോര ഒലിച്ച് കളഞ്ഞാലാണ്. അപ്പൊ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഒരു പ്രതിഭ ഇവിടെ വെക്കണം. ചേട്ടാ പേരുത് ബെർണാഡ് ക്രിസ്ത്യൻ ബെർണാഡാണോ? ക്രിസ്ത്യൻ ബെർണാഡ്. ക്രിസ്ത്യാനിയിലെ ഞങ്ങളിവിടെ ആരെയും എന്റെ പേരുന്ന് അറിയോ? ഫ്രാൻസിസ്. ഞങ്ങളിവിടെ കളിക്കുന്ന എല്ലാം ക്രിസ്ത്യാനികളാണ്, സഹോദരൻ, എല്ലാം റിലേഷനൊക്കെയാണ്. ചെറിയ ഇവിടെ മതമുണ്ടോ? ചീട്ടുകളിക്ക് മതമുണ്ടോ? ചീട്ടുകളിക്ക് വേറെ മതക്കാരിവിടെ വരൂല കളിക്കാൻ. ഇവിടെ വരൂല. നമ്മളെ കളിക്കുന്ന ക്രിസ്ത്യാനി തൊപ്പി വെച്ചാണ് കളിക്കുന്നത്. ഈ പൈസ വെച്ചുള്ള ഒരു കളിയില്ല. ഇയാള് ജോലിക്ക് കയറിയ ഇവിടെ കളി കുറവും, കളിയില്ല. ഇയാളൊരു നേരം ഇയാളെ കയ്യിലാണ് ചീട്ടൊക്കെ ഇരിക്കുന്നത്. ഉള്ളിയാണ് ഉസ്താദല്ല, ഉസ്താദ് ചീട്ടൻകാരൻ. ഉസ്താദ് ചീട്ടൻകാരല്ല, ചീട്ടൻ ഫ്രാൻസിസ്. പേര് ഫ്രാൻസിസ് അല്ലേ? ബെർണാഡ് ദി ഗ്രേറ്റ്. ബെർണാഡ് പെരേര. വേറൊരു പെരേര നമുക്ക് ഉണ്ടായിരുന്നു ഇവിടെ. അയ്യോ എന്ന് വെച്ചാൽ പെരേര വെച്ചാൽ ഈ എൻ്റെ ഞാൻ ആളെ കാണിച്ചു തരാം. പിന്നെ ഇപ്പം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല കേട്ടോ. ആരെന്നറിയോ? തിരുവിതാംകൂർ രാജകുമാർ. പുള്ളി ലാസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പരമാവധി ഓഫീസിൽ ഡോക്യുമെൻ്റ് എടുത്താണ്. അപ്പം അതിൻ്റെ ഷൂട്ടിങ്ങിലൊക്കെ ആയിട്ടൊക്കെ ശംഖുമുഖത്തൊക്കെ വന്ന് പരിചയപ്പെട്ടാണ്. പുള്ളി ഒന്ന് ഭയങ്കര വാചകം ചരിത്രത്തെക്കുറിച്ചൊക്കെ, വലിയ രാജഭക്തരൊക്കെയാണ്. ലാസ്റ്റ് എന്ന് വെച്ചാൽ പുള്ളി ജോലി ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ നമ്മുടെ പരമാവധി ഓഫീസിൽ അല്ല, എവിടെ ഒരു DTP സെൻ്റർ എന്ന സ്ഥലത്താണ്. എവിടെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് കണ്ടെന്ന് വെച്ചാൽ പരമാവധി അല്ലല്ല പ്രാവിലാണ് പെരേര. പെരേര ഒരു പുള്ളി അറിയപ്പെടുന്ന ആളാണ് കേട്ടോ, ചരിത്ര പണ്ഡിതനാണ്. എവിടെയാണെന്ന് പിടുത്തു വരും, ശംഖുമുഖത്ത് വെച്ച് കണ്ടത്. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക് വന്നിട്ട് അല്ല ആണോ? അല്ല ഇയാൾ അറിയപ്പെടുന്ന ആളാണ്, ചരിത്ര പണ്ഡിതനൊക്കെ. സഹോദര, നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ഇത് ഈ ഏരിയയിൽ എന്ന് പറഞ്ഞ പള്ളിക്ക് ഇപ്പുറത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആണല്ലേ? ആള് മുടിയൊക്കെ നിറച്ചിരിക്കുന്നേ ഉള്ളൂ. ആളൊരു പുലിയാണ്. കണ്ട ആടിന്റെ കൂട്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു പുലിയായിരുന്നു. ഞാൻ പറയുന്നത് സത്യമാണോ? ഒരു പുലിയായിരുന്നു ഈ ഏരിയയിൽ. പക്ഷെ ഇപ്പൊ പെൻഷനൊക്കെ ആയതിനു ശേഷം ആള് അല്ല പുലി വെച്ച് എങ്ങനെ എത്ര എല്ലാത്തും അങ്ങനെ കല്യാണം കഴിക്കുന്നത്. ആളൊരു നല്ല ധൈര്യശാലി, ഒരു ഉപകാരിയും. അപ്പൊ ഒരു കൊട്ടേഷൻ തരാം, വന്ന എന്റെ ഭാര്യയുടെ കൈ വെട്ടിക്കൊണ്ട് വരുമോ? അതല്ല, ഞാനിവിടെ വന്ന ഭാര്യ പറയാം, ചുമ്മാ അവിടെ പോയി ഡയലോഗ് അടിക്കല്ലേ ഇവിടെ അടിക്കുന്ന പോലെ. ആ പങ്കായത്തി വെട്ടി താഴ്ത്തു. ഈ നാട്ടിലെ ഈ ഏരിയയിൽ ഏതാണ്ട് ഒരു 500 കിലോമീറ്റർ മീറ്ററിന്റെ ഉള്ളില് ഒരു അറിയപ്പെടുന്ന ഒരു പുലിയാണ് ആള്. അല്ല നല്ല ഒരു തൻ്റെടിയും ആരോഗ്യമാണ്. കടലിലൊക്കെ ഏത് രാത്രിയും കടൽ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. അല്ല ഇപ്പൊ എന്ത് സാഹിത്യം എഴുതിയിട്ട് കാര്യമില്ല, ഈ വെറുതെ നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല. പഠിക്കാന്നുള്ളതാണ്. ചീട്ടുകൾ പഠിക്കണം, പിന്നെ നീന്താനും പഠിക്കണം. പറ്റുമോ? ആരുടെ ശിക്ഷപ്പെടണം? ചീട്ടുകൾ പഠിക്കണം, നീന്താനും പഠിക്കണം. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വന്നാൽ മതി. ഇവ ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവും. പുള്ളി ആരെയും പഠിപ്പിക്കില്ല, കളിയൊക്കെ അറിയാം. പിന്നെ മച്ചുവായിട്ട് ഫുള്ള് വേണ്ട, കോട്ട എടുക്കാം. ശരിയാവില്ല. അത് വേണ്ട. അല്ല കോട്ട എടുത്ത് ഞാനൊന്നും അറിഞ്ഞ് കഴിക്കത്തുള്ളൂ, ബാക്കി കഴിക്കാമല്ലോ. അല്ലെ പൈൻ്റ് എടുക്കാം.
കൂടെ ഇരി കൂട്ടിന് നേർപ്പോക്കി ഇരി. ഇവ ഞങ്ങളുടെ കൂടെ കളിക്കൂല. ആ. ഞങ്ങളൊക്കെ ഇത് വയസ്സിന് ഇത്തിരി ആയതുകൊണ്ട് അവൻ കളിക്കാൻ വരില്ല. ബഹുമാനമാണല്ലേ? പിള്ളേരൊക്കെ കളിക്കും. അച്ഛൻ്റെ അടുത്ത് ആ ബഹുമാനം ഉണ്ടോ? അച്ഛൻ്റെ അടുത്ത് എനിക്ക് ബഹുമാനം. അച്ഛൻ്റെ അടുത്ത് ആ ബഹുമാനം ഉണ്ടോ? ഞങ്ങളുടെ കൂടെ കളിക്കാത്ത കാരണം നമ്മളെ പ്രായക്കാരെക്കാളും അവർ നമ്മളെ വയസ്സിന് മൂത്തവരാണ്. അവർ വേറെ വല്ല കാര്യങ്ങളൊക്കെ പറയും. പഴയ അല്ല ഇത് വേണ്ട പിന്നെ ഒരു സമയം. അല്ല നിങ്ങൾ പറയുന്നതൊക്കെ പഴയ കഥകളൊക്കെ പറയും. അതൊക്കെ എല്ലാം ലീക്ക് ആവത്തില്ലേ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഒഴിവുള്ളപ്പോൾ ഇവിടെ വന്നിട്ട് ഷിബു വന്ന് ചോദിക്കുക. ഷിബു ആണോ? ഇതാണ് ഷിബു. അവൻ വലിയവരോട് ഇരുന്ന് കളിക്കൂല. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ കളി പഠിപ്പിച്ചു തരും. ഇത് കണവ ഇപ്പം തൂക്കണതേ ഉള്ളൂ. മീൻ പൈസ കൊടുത്താൽ തരുമോ? 230 രൂപ ഒരു കിലോ. ഞാനിപ്പോൾ എന്തറിയോ ഇപ്പോൾ ഡോക്യുമെന്റ് ഞാൻ കവടിയാണ് ഗോൾഡ് ഫിക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ സാറിന് നമുക്ക് ഗ്രേസി ഒക്കെ മീൻ തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ അവിടെ മുസ്ലിംസ് ഉണ്ട്, അക്കൗണ്ട് പോലെ അച്ചായൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ മീൻകാരികൾക്ക് വലിയ കഷ്ടപ്പാടാണ്. അപ്പോൾ അല്ല അല്ല നമ്മൾ വില കൊടുത്ത് ഇന്നലെ ഞാൻ പിന്നെ ഇത് സജീവ് പറഞ്ഞു. ഇത് യൂട്യൂബിൽ വരും. യൂട്യൂബിൽ ഇത് കൊടുക്കും യൂട്യൂബിൽ. അപ്പോൾ പറഞ്ഞോട്ട് ഇത് അറിയോ സതി എന്ന് പറഞ്ഞാൽ അത് പറയണ്ട. ഇത്ര അത് വേറെ സബ്ജക്റ്റാണ്, അത് നേരിട്ട് പറയാം. അപ്പോൾ ശരി ചേട്ടാ. അപ്പം പിന്നെ അപ്പോൾ എന്നെ ചീട്ടുകളി നീന്തലൊക്കെ പഠിപ്പിക്കാനായിട്ട് ചേട്ടൻ ഏറ്റവും ഇവനെ പറയാൻ പറ്റും. അല്ല ഓക്കെയാണ്. പക്ഷേ പേരെന്ത് ഷിബു. അപ്പോൾ ഇതിൻ്റെ ശിക്ഷപ്പെട്ടെ നീന്തല ചീട്ടുകളി വെള്ളമടിക്ക് പിന്നെ ശിക്ഷ വേണ്ട, നമുക്ക് നോക്കിക്കോളാം. അലമ്പില്ല. ഓക്കെ.